നമ്മളപ്പോൾ കയറ്റം എല്ലാം കയറി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ അപ്പോൾ മെയിൻ പാറയുടെ മണ്ടയിലിട്ട് കയറാം. ഹലോ ഗൈസ്, അക്ഷയ് കേജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് മലമേൽപ്പാറ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. നമുക്ക് അവിടെ വരെ പോയിട്ട് നമുക്ക് അവിടുത്തെ ആ വിഷ്വൽസൊക്കെ കാണാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പുലിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അറയ്ക്കൽ ദേവീക്ഷേത്രമുണ്ട്. അറയ്ക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് മലമേൽപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനെ എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല മരങ്ങളും കാടുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഈ സ്ഥലത്തിൻ്റെ വളരെയധികം നല്ലൊരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മലമേൽപ്പാറയിലോട്ടുള്ള ആ വഴിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് കറക്റ്റ് ആ ബോർഡ് കാണിക്കുന്ന പ്രകാരം 500 മീറ്ററാണുള്ളത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പം വളരെയധികം കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്കപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ടൂറിസ്റ്റിംഗ് സ്പോട്ടായിട്ടുള്ള മലമേൽപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് മുകളിലോട്ടാണ് പോകേണ്ടുന്നത്. ഇവിടെ ആയിട്ട് കാവും അമ്പലവും അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉണ്ട്. നമുക്കപ്പം അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. പണ്ട് ഇതുപോലെ ഇവിടെ ഇത്ര നല്ല വൃത്തിയുള്ള പാതയൊന്നും ആയിരുന്നില്ല. ഇവിടെ മൊത്തം കല്ലും മണ്ണും ഒക്കെ ആയിട്ട് കിടന്നെയാണ്. പക്ഷേ ഈ സമയത്ത് വളരെ നല്ല രീതിയിൽ അത് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഇവിടെയുള്ള കാടും ആ പച്ചപ്പും അതുപോലെ തന്നെ വലിയൊരു ആലൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ വളരെ അധികം നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അടുത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ നമുക്കൊരു ബോർഡ് കാണാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കൊറോണ സമയങ്ങളിൽ സഞ്ചാരികൾക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1 മണിക്കൂർ സമയമാണ് ഒരു സഞ്ചാരിക്കായിട്ട് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ടിക്കറ്റ് എടുക്കാനായിട്ട് പോകാം. ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് 2 ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനാണ് കറക്റ്റായിട്ട് ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും. ഈ ബോർഡിനകത്ത് ഇവിടെയുള്ള എല്ലാ പാറകളുടെ ലിസ്റ്റും, നമ്മുടെ ഈ ഏരിയയിലുള്ള എല്ലാ പാറകളുടെ ലിസ്റ്റും ഈ ബോർഡിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ ഡയമണ്ട് രൂപത്തിലുള്ള ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ പാറകൾ. ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ പാറകളായിട്ടുള്ളതാണ് നടപ്പാറ, കൊമ്പൂത്തിപ്പാറ, നാടുകാണിപ്പാറ, കുടപ്പാറ, ശങ്കൂത്തുപാറ, ഗുഹപ്പാറ. ഇത്രയുമാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള പാറകൾ. ഈ നടപ്പാറ എന്ന് പറയുന്നത് നമ്മൾ ഈ നടന്നുകൊണ്ട് പോകുന്ന പാറയാണ്. മാത്രമല്ല ഈ നടപ്പാറയിലാണ് ഇവിടുത്തെ ഈ ബിൽഡിംഗ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അങ്ങോട്ട് നടന്ന് കാണാം ഗൈസ്.
നമ്മൾ ആ ബോർഡ് വായിച്ചപ്പോൾ നമ്മൾ ഒരു വിട്ടുപോയൊരു കാര്യമുണ്ട്. അതിനകത്ത് വിമാതപ്പാറ എന്ന് പറയുന്നൊരു പാറയുണ്ട്, അതായത് കൊച്ചു നാടുകാണിപ്പാറ. അതാണ് ഗൈസ് നമ്മൾ ദോണ്ട് ആ കാണുന്നത്. അവിടെ ഒരു ലൈറ്റിൻ്റെയൊക്കെ അടുത്തായിട്ട് കാണുന്ന ആ പാറയാണ് ഗൈസ് നമ്മുടെ കൊച്ചു നാടുകാണിപ്പാറ അഥവാ വിമാതപ്പാറ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഈ മെയിൻ ഗേറ്റ് കടന്ന് നമ്മളിങ്ങനെ നടന്നിങ്ങോട്ട് വരുമ്പോഴത്തേക്കിനാണ് ഗൈസ് നമുക്ക് കണ്ട ഇവിടെ റിഫ്രഷ്മെൻറ്റ് സോൺ എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇതാണ് നമ്മുടെ റിഫ്രഷ്മെൻറ്റ് സോണ്. നമ്മൾ കൊച്ചു കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ വയസ്സായവരായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളമോ അല്ലെങ്കിൽ ചായയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കാനായിട്ട് കാണാം അവിടെ ഒരു കട കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമുക്ക് കണ്ട് ഇവിടെ കുറേ ലേസും അതുപോലെ തന്നെ മുട്ടായിയും വെള്ളവും ഒക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ മൊത്തത്തിൽ നടന്നു പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു വെള്ളം കുടിക്കാം. നമ്മൾ നാടുകാണിപ്പാറയിലോട്ട് നടന്നു പോകുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം കണ്ടത്. വരുന്ന സഞ്ചാരികൾക്ക് ഇരിക്കാനായിട്ട് ഇവിടെ ഒരു ഇരിപ്പിടം പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് കുടിച്ച് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഗൈസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിന് കുളിർമയേകുന്ന തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മളതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉച്ച സമയത്താണ്. ഉച്ച സമയത്തായിട്ട് പോലും ഇവിടുത്തെ കാറ്റും അതുപോലെ തന്നെ ഈ ഒരു അന്തരീക്ഷം കൊണ്ട് നമുക്ക് വളരെയധികം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗൈസ് വളരെ അധികം നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ വരാനായിട്ട് ശ്രമിക്കുക. 9 മണി തൊട്ട് 5 മണി വരെ സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്കായിട്ട് വൈകിട്ടോ അല്ലെങ്കിൽ രാവിലെയോ ഒക്കെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ നാടുകാണിപ്പാറയിലേക്ക് നടന്നു വരുന്ന വഴിക്കാണ് എനിക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം കാണാൻ സാധിച്ചത്. അതായത് നമുക്കവിടെ ജെൻസിനും വുമൻസിനും പ്രത്യേകം ടോയ്ലറ്റ് കാണാനായിട്ട് സാധിച്ചു. അത് സഞ്ചാരികളെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത് വളരെ വലിയൊരു കയറ്റമാണ്. നമ്മളപ്പോൾ അത് കയറുമ്പോഴത്തേന് കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് മുകളിലോട്ട് പോവാം. ഇത് വളരെ അഡ്വഞ്ചറായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ കൊച്ചുകുട്ടികളെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് എന്തായാലും മുകളിലേക്ക് പോവാം. നമ്മൾ ആ വലിയ കയറ്റം കയറി നമ്മൾ ഇനിയിപ്പോൾ ഈ പാറയുടെ മുകളിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമ്മളപ്പോൾ കയറ്റം എല്ലാം കയറി നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളൊക്കെ അപ്പോൾ മെയിൻ പാറയുടെ മണ്ടയിലിട്ട് കയറാനായിട്ട് ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണുള്ളത്. ചിലപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പം നവീകരണങ്ങൾ വരുമ്പോൾ ഇത് ചിലപ്പം മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്കിപ്പം ഈ ഇടുങ്ങിയ വഴിയിലൂടെയാണ് മുകളിലോട്ട് കയറേണ്ടത്. നമുക്കപ്പം മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ കയറാനായിട്ട് വളരെയധികം പാടായിരിക്കും. പക്ഷെ നമ്മൾ കയറി ഈ മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ മലമേപ്പാറയുടെ മുകളിലായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്കപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മൾ ദൂരെ നിൽക്കുന്ന നമ്മുടെ ചടയമംഗലത്തുള്ള ജഡായിപ്പാറ വരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാൽ അതും നമുക്കൊന്ന് കാണാം. നിങ്ങളിപ്പോൾ പൊട്ടുപോലെ കാണുന്നൊരു സ്ഥലമാണ് ചടയമംഗലം. ചടയമംഗലത്തുള്ള ജഡായിപ്പാറ. അപ്പോൾ നമ്മുടെ നാടുകാണിപ്പാറയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചു നാടുകാണിപ്പാറ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ആ കാണുന്നതാണ് നമ്മുടെ കൊച്ചു നാടുകാണിപ്പാറ അഥവാ വിമാതപ്പാറ. നമുക്ക് അവിടെയും കൂടെ പോവാം.
ഗൈസ്, അപ്പോൾ നമ്മൾ നാടുകാണിപ്പാറയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നാടുകാണിപ്പാറയിൽ നിന്ന് ഇറങ്ങി കൊച്ചു നാടുകാണിപ്പാറ അഥവാ വിമാനപ്പാറയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. നമുക്കപ്പം വിമാനപ്പാറയിൽ നിന്ന് അവിടെ നിന്നുള്ള കാഴ്ചകളിലൂടെ ഒന്ന് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ വിമാനപ്പാറയിൽ എത്തിയിരിക്കുകയാണ്, അഥവാ കൊച്ചുനാടുകാണിപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള വീടുകളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മലകളും കുന്നുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവിടെ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ വലിയ നാടുകാണിപ്പാറ. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഗൈസ്, അപ്പം നമുക്ക് ഇവിടെ ആയിട്ടൊരു കൊച്ചു ഗ്രൗണ്ട് കാണാം. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് കളിക്കുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. കാരണം വളരെയധികം തണുപ്പും അതുപോലെ തന്നെ കാറ്റുമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിക്കുന്നത് വളരെയധികം ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ അംഗീകൃതമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഗ്രൗണ്ടുണ്ട്. കളിക്കാനും കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് വളരെയധികം മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഞാൻ എന്തുകൊണ്ടാണ് മലമുകളിൽ പോയൊരു സുന്ദരിയെ കാണാം എന്നൊരു തമ്പനയിൽ കൊടുത്തതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പ്രകൃതി തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സുന്ദരികളായിട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രകൃതി തന്നെയാണ്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ പരിസ്ഥിതി മലിനീകരണം ഒന്നും വരുത്താതെ നമ്മൾ നമ്മുടെ പൊതുസ്വത്ത്, അതായത് നമ്മുടെ പൊതുസ്വത്ത് നമ്മുടെ സ്വന്തമായിട്ട് കരുതി നമ്മൾ ഇതിനെ എല്ലാം സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിമാനപ്പാറയിൽ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ റിഫ്രഷ്മെൻറ്റ് സോണിൽ പോയി ഒരു വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് യാത്രയാക്കാം. അപ്പം വരൂ ഗൈസ്, നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.